ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എം ഫേവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോ കെമിസ്ട്രി. ഇതിൽ കോമ്പോസിഷൻ ഓഫ് ഫുഡ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് എന്താണ് അല്ലേ? നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്നവരാണ്. നമുക്ക് ജീവൻ അത്യന്താപേക്ഷിതമായ ഒരു സംഭവം തന്നെ എന്താണ്? ഫുഡാണ് അല്ലേ? പലരും ജീവിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കുന്നു, ഫുഡ് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു. അപ്പം നമ്മൾ ഫുഡിനെ കുറിച്ച് അതിൻ്റെ കോമ്പോസിഷനെ കുറിച്ച് ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ജനറലായിട്ട് എന്താണ് ഫുഡ്, ജസ്റ്റ് ഒരു സെൻറ്റൻസ് പോലെ പറഞ്ഞിട്ട് ഫുഡ് കെമിസ്ട്രി എന്താണ്, എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ബേസിക് റിക്വയർമെൻറ്റ്സ് ഫോർ ഓൾ ലിവിങ് ഓർഗാനിസംസ് ആണ് അല്ലേ? നമുക്ക് മാത്രമാണോ? പ്ലാന്റ്സിന് വേണം അല്ലേ? അപ്പോൾ നമുക്ക് മാത്രമല്ല, ഓൾ ലിവിങ് ഓർഗാനിസത്തിന് ബേസിക് റിക്വയർമെൻ്റ് ആണ് അല്ലേ? പ്ലാന്റ്സിന് അവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഓൾ ലിവിങ് ഓർഗാനിസംസ്, അപ്പോൾ നമ്മുടെ അനിമൽസ് ആണെങ്കിലും ഏത് ലിവിങ് ഓർഗാനിസംസ് ആണെങ്കിലും അവരുടെ ഒരു ബേസിക് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഫുഡാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എനർജി. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ഫോർ ക്യാരിങ് ഔട്ട് നോർമൽ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. നമുക്കിങ്ങനെ എണീറ്റ് നിൽക്കാനും നടക്കാനും ഓടാനും ചാടാനും പഠിക്കാനും ഒക്കെ നമ്മളുടെ ഏതൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഇത് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് നമുക്ക് എന്തോ ഒരു എനർജി കിട്ടുന്നത് കൊണ്ടാണ്. അത് നമുക്ക് ഫുഡിൽ നിന്നാണ് ഈ ഒരു എനർജി കിട്ടുന്നത് അല്ലേ? നമുക്ക് കുറേ നേരം പട്ടിണി ഇരിക്കുമ്പോൾ കുറച്ച് വെള്ളം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം ഫീൽ ചെയ്യും. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു എനർജി അവിടെ കിട്ടി, അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്നൊരു ആശ്വാസം, നമുക്ക് പെട്ടെന്ന് എണീറ്റ് നിൽക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ഓർഗാനിസത്തിനും എന്ത് വേണം? ഫുഡ് അത്യന്താപേക്ഷിതമാണ്. അവർ എണീറ്റ് നിൽക്കാൻ, അവർക്ക് അവരുടെ കാര്യങ്ങൾ, എന്ത് പ്രവൃത്തി ആയിക്കോട്ടെ, എന്ത് ആക്ഷൻസ് ആയിക്കോട്ടെ, അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എനർജി വേണം. ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഫുഡാണ്. There are different components and they have different nutrients. നമുക്കറിയാം, നമ്മൾ ഓരോ ഫുഡ് കഴിക്കും. ഇപ്പോൾ വെജിറ്റബിൾസ് കഴിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നു, ഇനി നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നു, പിന്നെ നമ്മൾ മീറ്റിലേക്ക് പോകുന്നു, എഗ്ഗ് കഴിക്കുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് കമ്പണൻസ് ആണ് ഓരോന്നിനകത്തുള്ളത്. അപ്പോൾ ഓരോന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല പല ഘടകങ്ങളാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഓരോന്നും നമ്മൾ കഴിക്കും. They all come together to provide wholesome nourishment to us. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇത്ര വേണം എന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലേ? നമുക്ക് ഇത്ര സോഡിയം വേണം, ഇത്ര കാൽസ്യം വേണം, ഇത്ര പൊട്ടാസ്യം വേണം, അങ്ങനെ നമുക്ക് ഇത്ര വൈറ്റമിൻസ് വേണം, അങ്ങനെ ഓരോന്നും ഉണ്ട്. ആ ഒരു നിശ്ചിത അളവ് നമുക്ക് ഓരോ ഫുഡിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ദാല്, എഗ്സ്, മീറ്റ് എക്സെട്ര നമുക്ക് പ്രോട്ടീൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കണ്ടൈൻസ് വൈറ്റമിൻസ്. ഇപ്പോൾ നമുക്ക് വൈറ്റമിൻസ് തരുന്നത് ആരൊക്കെയാണ്? ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡിയോ സൺലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അത്രയേ ഉള്ളൂ. സിറിയൽസ്, പൾസസ് ആൻഡ് ഓട്സ്. ഇപ്പോൾ നമുക്കറിയാം, പൾസസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ റിച്ച് ആയിട്ടുള്ള അല്ലേ, പയറ് വർഗ്ഗങ്ങളിൽപ്പെട്ട സംഭവമാണ് ലിൻഡൽസ്, അതൊക്കെയാണ്. അപ്പോൾ കണ്ടെയ്ൻ കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു മെയിൻ ടോപ്പിക്കാണ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് വേണം, പ്രോട്ടീൻസ് വേണം, വൈറ്റമിൻസ് വേണം. ഇനിയോ ഓയിൽ, ഗീ, ബട്ടർ, ചീസ്, പോർക്ക്, ചോക്ലേറ്റ്സ്, ലാഡ് ആൻഡ് ക്രീം കണ്ടെയ്ൻസ് ഫാറ്റ്. ഇനി ഫാറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാറ്റ്സും എന്താണ്? നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നവർ തന്നെയാണ്. ഓയിലും ഗീയും ബട്ടറും ചീസും പോർക്കും ചോക്ലേറ്റ്സും ഒക്കെയാണ് ഫാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ, ക്ലാസ് എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് ഫുഡ് എന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഇവിടെ കണ്ടത്. ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ എനർജി പ്രൊവൈഡേഴ്സ് ആണ് അല്ലേ? നമുക്ക് നമ്മളുടെ ശരീരത്തിന് കുറേ കണ്ടൻസ് അത്യന്താപേക്ഷിതമാണ് നമ്മളുടെ ലൈഫ് ഇങ്ങനെ നിലനിൽക്കാൻ. നമുക്ക് മാത്രമല്ല, ഏതൊരു ലിവിങ് ഓർഗാനിസത്തിനും അവർക്ക് ബേസിക് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുഡാണ്. ഈ ഫുഡാണ് നമുക്ക് കുറച്ച് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുഡിനകത്ത്, അതായത് നമ്മൾ പല സാധനങ്ങൾ കഴിക്കുന്നു. ഇപ്പോൾ ദാല്, എഗ്ഗ്, മീറ്റ്, ചോക്ലേറ്റ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സിറിയൽസ്, പൾസസ്, ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കഴിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നിൽ നിന്ന് ഓരോ കണ്ടൻറ്റ്, നമുക്ക് ആവശ്യമുള്ള ഓരോന്ന് കിട്ടുന്നു. പ്രോട്ടീൻസ് കിട്ടുന്നു, വൈറ്റമിൻസ് കിട്ടുന്നു, കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നു, അതുപോലെ തന്നെ ഫാറ്റ് കിട്ടുന്നു. അപ്പോൾ ഇതാണ് ഫുഡ് എന്ന് പറയുമ്പോൾ ബേസിക്കായിട്ട് നമ്മൾ പറയുന്നത്.
ഇനി നമ്മൾ ഫുഡ് കെമിസ്ട്രിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഫുഡ് കെമിസ്ട്രി എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, നമ്മളുടെ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫോട്ടോസിന്തസിസ് നടന്നു അല്ലേ? ഫോട്ടോസിന്തസിസ് നടക്കുക എന്ന് പറയുമ്പം അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ, ഒരു കെമിക്കൽ പ്രോപ്പർട്ടി അവിടെ നടന്നു. എന്താണ്? ഒരു ഗ്ലൂക്കോസ് ഉണ്ടായി. കാർബൺ ഡൈ ഓക്സൈഡും നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചുകൊണ്ട് ജലവും ലവണവും ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഈ നമ്മുടെ ഹരിതസസ്യങ്ങൾ അല്ലെ, ക്ലോറോഫിൽ എ ഉള്ള ഈ ഹരിതസസ്യങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്തു? C6H12O6 പ്രിപ്പയർ ചെയ്തു. അതായത് ഗ്ലൂക്കോസ് ആണ് അവർ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അവിടെ ഒരു കെമിസ്ട്രി ഉണ്ടായില്ലേ? അതെ. അപ്പോൾ ആ ഒരു ഗ്ലൂക്കോസിൻ്റെ നിർമ്മാണം, ആ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കെമിസ്ട്രിയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ എല്ലാ പ്രോസസ്സ് എടുക്കുമ്പോൾ, ഇപ്പോൾ പഴങ്ങൾ പഴുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്? ഒരു കെമിക്കൽ കണ്ടക്ടിവിറ്റി, അവിടെ ഒരു കെമിക്കൽ പ്രോസസ്സ് അവിടെ നടന്നു. അപ്പോൾ അങ്ങനെ ഓരോന്നിനകത്ത് ഈ ഫുഡിനകത്ത് എല്ലാം വരുന്നുണ്ട്. എന്ത്? കെമിസ്ട്രി വരുന്നുണ്ട്. ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽ വിത്ത് ദ കെമിസ്ട്രി ബിഹൈൻഡ് ദ ബയോകെമിക്കൽ നേച്ചർ ഓഫ് ഫുഡ്. അപ്പോൾ നാച്ചുറലി ഒരുപാട് കെമിക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കെമിസ്ട്രിപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നേച്ചർ ഓഫ് ഫുഡിൻ്റെ ഇങ്ങനത്തെ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആൻഡ് ഹൗ ദേ ആർ പ്രോസസ്ഡ് ഇൻ ദ ബോഡി. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫുഡ് കഴിക്കുന്നു, നമ്മളുടെ ഈ ഒരു ശരീരത്തിനകത്ത് ഇത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്? ഇതിപ്പോൾ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ആകുന്നു, ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസ് ആക്കുന്നു, അങ്ങനെ ശരീരത്തിനകത്ത് തന്നെ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ബയോകെമിക്കലി നേച്ചർ ഓഫ് ഫുഡുമായി ബന്ധപ്പെട്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഇനി ഇറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് കെമിക്കൽ കോമ്പണൻസ് ഫ്രം പ്രോട്ടീൻസ് ടു കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് മോർ. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ കമ്പോണൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പോൾ എന്താണ് ഫുഡ് കെമിസ്ട്രി? എന്താണ് ഫുഡ്? നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മളുടെ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കമ്പോണൻസ് നമുക്ക് മനസ്സിലായി അല്ലേ? പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട്, വൈറ്റമിൻസ് കിട്ടുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നുണ്ട്, ഫാറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫുഡ് ഏതൊക്കെ കിട്ടുന്നു എന്ന് നമ്മൾ ജസ്റ്റ് ഒരു കണ്ടു. അപ്പോൾ ഫുഡ് കെമിസ്ട്രി ഇത്രയും ഓക്കെ അല്ലേ? ഇനി എക്സാമ്പിൾസ് ഓഫ് ഫുഡ് കെമിസ്ട്രി. നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് ഫുഡ് കെമിസ്ട്രിക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കാണാറുണ്ട്, എക്സാമ്പിൾസ് കാണാറുണ്ട്. അതിലൊരു എക്സാമ്പിൾ തന്നെയാണ് ഫെർമെൻറ്റേഷൻ ഓഫ് ഡയറി പ്രോഡക്ട്സ്. ഇപ്പോൾ നമ്മൾ പാൽ അങ്ങോട്ട് വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് തൈരായി മാറുന്നു അല്ലേ? പാലിനകത്ത് എന്തുണ്ട്? ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഇപ്പോൾ നാച്ചുറൽ ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് പുളിക്കുന്നു. നമ്മൾ ദോശയ്ക്ക് അല്ലെങ്കിൽ സാധാരണ അപ്പത്തിന് പാലപ്പത്തിനൊക്കെ മാവ് അരച്ചവിടെ വെക്കുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പുളിച്ച് പൊങ്ങുന്നു അല്ലേ? ഇതൊക്കെ എന്താണ്? നമ്മളുടെ നാച്ചുറലി നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ഫുഡ് കെമിക്കൽ ആക്ടിവിറ്റീസാണ്. ഇനി ഫാറ്റ് ആൻഡ് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇനി നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ എസെൻസ് ഒക്കെ വാങ്ങിക്കത്തില്ലേ? അപ്പോൾ വാനില എസെൻസ്, അതുപോലെ നമുക്ക് പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഉള്ള എസെൻസ് ഒക്കെ കിട്ടും. അപ്പോൾ അതിന് നമ്മൾ രുചിച്ച് നോക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ്, മണത്ത് നോക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ മണം. എന്നാൽ സംഭവം നമുക്ക് കഴിക്കുന്നതുകൊണ്ട് വലിയ കേടുണ്ടോ? ഇല്ല. നമ്മുടെ ശരീരത്തിന് അങ്ങനെ ഓവർ പ്രോബ്ലംസ് ഉള്ള സാധനമല്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ എന്താണ്? മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നാച്ചുറലി കാണുന്ന പല സംഭവങ്ങളെയും കെമിക്കലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതേ ടേസ്റ്റ്, അതേ മണം, ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ശരീരത്തിന് കഴിക്കുന്നത് കൊണ്ട് വലിയ കേടൊന്നുമില്ലാത്ത സംഭവങ്ങളെ കൃത്രിമമായി നിർമ്മിക്കാൻ പറ്റുന്നുണ്ട്. ഫുഡ് ഈസ് എ കോംപ്ലെക്സ് മിക്സ്ചർ ഓഫ്. ഫുഡ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെയൊക്കെ ഒരു മിക്സ്ചറാണ്? വാട്ടറുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഇനി ഫാറ്റ് പറയാം, വൈറ്റമിൻസ് പറയാം. അപ്പോൾ കുറേ സാധനങ്ങളുടെ ഒരു മിക്സ്ചറാണ് എന്ത്? ഫുഡ്. വേരിയസ് intermolecular interactions in the texture. The chemical composition of foods is usually made from a variety of different chemical components. അപ്പോൾ നമ്മൾ കണ്ടോ, നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്തങ്ങ് കഴിക്കാം. അപ്പോൾ ഈ ഫുഡ് എന്ന് പറയുമ്പോൾ ഒത്തിരി സംഭവങ്ങളുടെ എന്താണ്? ഒരു മിക്സ്ചറാണ്. ഇപ്പോൾ നമ്മളൊരു വെജിറ്റബിൾ ആണ് കഴിച്ചത്, അതിനകത്ത് വെള്ളമുണ്ട് അല്ലേ?
നമ്മളൊരു ഫ്രൂട്ടാണ് കഴിക്കുക, അതിനകത്ത് വെള്ളമുണ്ട്. ഇപ്പോൾ നമ്മളൊരു നാരങ്ങ കഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് സിട്രിക് ആസിഡ് ഉണ്ട്, ഇപ്പോൾ ആസിഡിക് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല കമ്പണൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, മിക്സ് ചെയ്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സദ്യയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് വെറൈറ്റി ഓഫ് സംഭവങ്ങളാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മൾ കടത്തി വിടുന്നത്. അപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കമ്പണൻസിൻ്റെ ഒരു മിക്സ്ചറാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണോ? കിട്ടാത്തവരുണ്ടോ? അപ്പോൾ നമ്മൾ ഫുഡിനെ കുറിച്ച് പഠിച്ചു, ഫുഡ് കെമിസ്ട്രി എന്താണെന്ന് കണ്ടു, എക്സാമ്പിൾസ് ഓഫ് ഫുഡ് കെമിസ്ട്രി നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്നും നമ്മൾ കണ്ടു. പിന്നെ ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലെക്സ് മിക്സ്ചർ ആണ് എന്ന് പഠിച്ചു. ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരികയാണ്. നമ്മളുടെ ടോപ്പിക്ക് കമ്പണൻസ് ഓഫ് ദ ഫുഡ് വി ഈറ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ഓരോരോ കമ്പണൻസിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഫുഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കണ്ടന്റ് തന്നെയാണ് വാട്ടർ. അപ്പോൾ വാട്ടറിനെ കുറിച്ച് അറിയാത്ത ആരുമില്ല അല്ലേ? വാട്ടർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു കാര്യം വരും, H2O, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ, ഇതാണ് വാട്ടർ എന്ന് വരും അല്ലേ? പിന്നെന്തൊക്കെ വരും? ഇത് യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് വാട്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വാട്ടർ എന്ന് പറയുമ്പോൾ ഇനോർഗാനിക് ലിക്വിഡ് കെമിക്കലാണ്. നമ്മൾ വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലിക്വിഡ് സ്റ്റേറ്റ് അല്ലേ? ലിക്വിഡ് സ്റ്റേറ്റ് അല്ലേ? നമുക്കറിയാം ഒരുപാട് സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിലും ലിക്വിഡ് സ്റ്റേറ്റ് അല്ലേ? ഇതിൻ്റെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്, വേപ്പർ, പിന്നെയോ സോളിഡ് സ്റ്റേറ്റില്ലേ, ഐസ് കട്ടയില്ലേ? ഓക്കെ, അപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ ലിക്വിഡ് കെമിക്കലാണ്. കളറുണ്ടോ? കളറില്ല. കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്. That makes up most of the Earth's hydrosphere, fluids in the body of all living beings. അപ്പോൾ നമുക്ക് വാട്ടറിനെ കുറിച്ച് പറയുമ്പോൾ ടേസ്റ്റ് ഉണ്ടോ? ഇല്ല, ടേസ്റ്റ് ഇല്ല. ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്, കളറുമില്ല. അപ്പോൾ ഇതൊരു കൂടുതലും എങ്ങനെയാണ് കാണപ്പെടുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിലാണ് അല്ലേ? മഴവെള്ളം വരുമ്പോൾ നമുക്ക് വെള്ളമാണ് കിട്ടുന്നത്, നമ്മുടെ കിണറിലുള്ളത് വെള്ളമാണ്. ഇനി നമ്മൾ ഭൂമിക്കടിയിലേക്ക് കുഴിച്ചെടുത്താലും എന്ത് കാണുന്നു? വെള്ളം കാണുന്നു. നമ്മുടെ നദികളിൽ, നമ്മുടെ ഹിമാലയത്തിൽ മഞ്ഞുരുകി വന്നാലും ഒക്കെ എന്താണ്? വെള്ളമാണ്. അപ്പം നമ്മുടെ ഈ ഭൂമിയിൽ കൂടുതലും കാണപ്പെടുന്നത് എന്ത് തന്നെയാണ്? വെള്ളം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്സിലേക്ക് എടുത്താലോ, നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ബ്ലഡ് അല്ലേ? അപ്പോൾ ബോഡി എല്ലാ ലിവിങ് ബീയിങ്സിനും എന്താണ്? ഒരു ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട് അല്ലേ? വാട്ടർ ഈസ് ആൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് കമ്പണൻറ്റ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ ജീവിക്കാൻ പോലും പറ്റാത്ത അത്രമാത്രം നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡ് കോമ്പണൻ്റ് ആണ് എന്ത്? വാട്ടർ എന്ന് പറയുന്നത്. ഇനി കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ വാല്യൂ ഇതിനില്ല. ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി കലോറിഫിക് വാല്യൂ. അതുപോലെ തന്നെ ന്യൂട്രീഷണൽ വാല്യൂവും ഇതിനില്ല. ഇനി വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ, പ്രഷറിൽ എന്താണ്? ഇതൊരു ലിക്വിഡ് സ്റ്റേറ്റിലാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ, ഈ ടെമ്പറേച്ചറിൽ ഇതെന്താണ്? ഒരു ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. നമുക്ക് വെള്ളത്തെ തന്നെ തണുപ്പിച്ച് കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഐസ് കട്ടയായി മാറും. 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുമ്പോൾ ഇതെന്തായി മാറും? വേപ്പറായി മാറും. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഇനി 71% ഓഫ് ടോട്ടൽ ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏർത്തിൽ 71% ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് എന്താണ്? വെള്ളം തന്നെയാണ്. നമ്മുടെ ഭൂമിയെ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു നീല കളറിലാണ് കാണുന്നത്. കാര്യം കൂടുതലും ഇവിടെ എന്താണുള്ളത്? വെള്ളമാണുള്ളത്. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഒരു നീല കളറ് ഫീല് ചെയ്യുന്നത്. നമ്മളുടെ ബോഡി വെയ്റ്റിൻ്റെ ഒരു 70%, ഹ്യൂമൻ്റെയൊക്കെ ഒരു ബോഡി വെയ്റ്റിൻ്റെ 70% ഉൾക്കൊള്ളുന്നത് എന്ത് തന്നെയാണ്? വെള്ളമാണ്, ലിക്വിഡാണ്. ഇനി നമുക്ക് വേണ്ടത്, നമുക്കറിയാം വാട്ടർ സൈക്കിളുണ്ട്. ഈ വെള്ളം എന്താകുന്നു? വേപ്പറൈസ് ചെയ്യുന്നു, പിന്നെയും തിരിച്ചു വരുന്നു. ഇതൊക്കെ തന്നെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ? അന്തരീക്ഷത്തിലൊക്കെ എന്താണ്? നീരാവിയുണ്ട്. വീണ്ടും അത് മഴയായി പെയ്ത് താഴോട്ടിറങ്ങുന്നു. വീണ്ടും ഇവിടെ നിന്ന് ചൂടേറ്റ് നദികളിലെയും ഒക്കെ വെള്ളം മുകളിലേക്ക് പോകുന്നു. ഇങ്ങനൊരു വാട്ടർ സൈക്കിൾ ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പോയിൻ്റായിട്ട് പറയുമ്പോൾ
കമ്പണൻസ് ഓഫ് ദ ഫുഡ് വി ഈറ്റ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് വാട്ടറിനെ കുറിച്ചാണ്. ആദ്യം നമുക്കറിയേണ്ടത് ഇത് കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്. ഇനിയോ ഇപ്പോൾ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പ്രത്യേകിച്ച് ഒരു രുചി, ഒരു പുളി രുചിയോ ഒരു ഉപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു മധുരത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇതിൻ്റെ പി എച്ച് വാല്യൂ നോക്കുവാണെങ്കിൽ ന്യൂട്രലാണിത്, ആസിഡിക്കുമല്ല ബേസിക്കുമല്ല. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രൽ 7 ആണ് നമ്മളുടെ വാട്ടറിൻ്റെ പി എച്ച് വാല്യൂ. എന്നാൽ മഴവെള്ളമൊക്കെ നോക്കുവാണെങ്കിൽ 5.6 ഒക്കെ ഉണ്ട്. എന്നാൽ ബേസിക്കായിട്ട് നമ്മൾ വാട്ടർ പറയുമ്പോൾ പി എച്ച് 7 ആണ്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ 7 ആണ്. കലോറിഫിക് വാല്യൂ, ന്യൂട്രീഷണൽ വാല്യൂ ഒന്നുമില്ല. നമ്മുടെ ലൈഫ് എക്സിസ്റ്റൻസ് ആകണമെങ്കിൽ, നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വെള്ളം അത്യന്താപേക്ഷിതമാണ്. എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും വെള്ളം വേണം. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഇത് കാണപ്പെടുന്നത്. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ പ്രഷറിൽ ഇതൊരു ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇനി 71% ടോട്ടൽ ലാൻഡിൽ വെള്ളമുണ്ട്. അതുപോലെ ഹ്യൂമൻ്റെ ഒരു 70% ബോഡി മോസിലും വെള്ളമുണ്ട്. ഒരു വാട്ടർ സൈക്കിൾ നമുക്കറിയാം. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്. എന്താണ് സോൾവെൻ്റ്, സൊല്യൂട്ട്, സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്? നമ്മൾ ഇപ്പോൾ ഒരു എന്തുണ്ടാക്കുന്നു? ഉപ്പ് വെള്ളം ഉണ്ടാക്കുന്നു. ഉപ്പ് വെള്ളം ഉണ്ടാക്കണമെങ്കിൽ ഉപ്പ് ഒരിച്ചിരി മതിയല്ലോ, ഒരിച്ചിരി ഉപ്പ് എടുത്തു. ഈ ചെറിയ എടുത്ത സാധനത്തിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കുന്നത്. വളരെ കുറച്ച് ഉപ്പ് മതി ഒരു ഉപ്പ് വെള്ളം ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ഇച്ചിരി എടുത്ത സാധനത്തിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയും. കൂടുതൽ വേണ്ടത് വെള്ളം, ഉപ്പ് വെള്ളമല്ലേ. അപ്പോൾ ഈ കൂടുതലുള്ള വെള്ളത്തെ നമ്മൾ സോൾവെൻറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ കലക്കി നമ്മളൊരു ഉപ്പ് വെള്ളം ഉണ്ടാക്കി. ഇതൊരു ലായനി. ഈ ലായനിയാണ് സൊല്യൂഷൻ, മിക്സ്ചർ എന്ന് നമ്മൾ പറയുന്നത്. പഞ്ചസാര വെള്ളം, പഞ്ചസാര സൊല്യൂട്ട്, വെള്ളം സോൾവെൻറ്റ്. അപ്പോൾ കൂടുതലിരിക്കുന്ന സാധനത്തിനെ സോൾവെൻറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു വാട്ടറിലോട്ട് ഏതൊരു സാധനത്തെ മിക്സ് ചെയ്താലും നമുക്ക് അവസാനം ഇത് കാണാൻ പോലും പറ്റത്തില്ല. ഉപ്പ് കലക്കി വെച്ചാലും പഞ്ചസാര കലക്കി വെച്ചാലും ഒന്നും നോക്കുമ്പോൾ കാണാൻ പോലും പറ്റത്തില്ല. ഇതിനകത്ത് കലങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ അറിയാത്ത അവസ്ഥയായിരിക്കും അല്ലേ. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ സാധനത്തിനെയും വെള്ളം എന്ത് ചെയ്യും? പൂർണ്ണമായും അങ്ങ് ലയിപ്പിച്ച് മാറ്റും, പൂർണ്ണമായിട്ടും ലയിപ്പിച്ചെടുക്കും. അതുകൊണ്ടാണ് ഒരുവിധം എല്ലാത്തിനും ലയിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ തന്നെ വെള്ളം, നദികളിലൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ മാലിന്യങ്ങളും ഒക്കെ വന്നാലും നമുക്ക് ഒരുവിധം അറിയാൻ പറ്റത്തില്ല അല്ലേ. വെള്ളം എടുത്തു വെച്ച് നോക്കുമ്പോൾ വലുതായിട്ട് അറിയാൻ പറ്റത്തില്ല. പിന്നെ ഇതിനെ കൊണ്ട് പരിശോധന നടത്തുമ്പോഴാണ് ഇതിനകത്ത് ഇത്രയൊക്കെ ബാക്ടീരിയകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെ അങ്ങ് എന്താക്കി മാറ്റും? അങ്ങ് ലയിപ്പിച്ച് മാറ്റും. വാട്ടർ ഈസ് എ മേജർ കമ്പണന്റ് ഓഫ് ഓൾമോസ്റ്റ് എവറി ടൈപ്പ് ഓഫ് ഫുഡ് വി ഈറ്റ്. നമ്മൾ ഏകദേശം ഏതൊരു ഫുഡ് കഴിച്ചാലും വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ഒരു മേജർ കമ്പണന്റ് ആണ്. വെള്ളം ഇവിടുത്തെ എന്താണ്? മേജർ കമ്പണന്റ് ആണ്. ബട്ട് വാട്ടർ ഓൾസോ പ്രൊവൈഡ്സ് എ പ്ലേസ് ഓഫ് ബാക്ടീരിയൽ ഗ്രോത്ത്. അപ്പോൾ ഇതാണൊരു പ്രശ്നം. നല്ലതൊക്കെയാണ്, എല്ലാം കൊണ്ടും കൊള്ളാം. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ബാക്ടീരിയയും ഇതുപോലെ വളരാൻ അങ്ങ് സമ്മതിക്കും. അത് നമുക്ക് എന്തുണ്ടാക്കും? ഒരുപാട് പ്രോബ്ലംസ്, നമുക്ക് ഒത്തിരി അസുഖങ്ങൾ ഇത് തരും. Thus, measuring the amount of water in a food item can be used to measure the shell life of an object. അപ്പോൾ നമുക്ക് ഈ വെള്ളം കൊണ്ടുപോയി പരിശോധിക്കുമ്പോഴായിരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകത്ത് ഇത്രമാത്രം ബാക്ടീരിയയും വൈറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പോൾ വെള്ളം നമ്മൾ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെയാണ്. അപ്പോൾ നമ്മളിനി സ്ട്രക്ചറിലേക്ക് പോവുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ, ഒരു ഘടനയൊക്കെ മനസ്സിലായി. വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു രീതി ഓർഡർലെസ് ആണ്, ഇതൊരു കളർലെസ് ആണ്, ഇതൊരു ടേസ്റ്റ്ലെസ് ആണ്, യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്, പി എച്ച് വാല്യൂ 7 ആണ്, 70% നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ വെള്ളമുണ്ട്, 71% ടോട്ടൽ ലാൻഡ് ഓഫ് ദ എർത്തിൽ വെള്ളമുണ്ട്. ഇതൊക്കെ നമുക്ക് പിടികിട്ടി. വാട്ടർ സൈക്കിള്, മഴ പെയ്ത് തിരിച്ച് അന്തരീക്ഷത്തിലെത്തുന്നു, വീണ്ടും ചൂടേക്കുമ്പോഴത്തേക്ക് ബാഷ്പീകരിച്ച് മുകളിൽ പോകുന്നു. ഇങ്ങനൊരു വാട്ടർ സൈക്കിളുണ്ട് ഇവിടെ. ഇനി ബാക്ടീരിയൽ ഗ്രോത്തിനെയും ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വെള്ളത്തെ വളരെ വേഗം ഇപ്പോൾ ഏതൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഇതിനെ നമുക്ക് വളരെ പെട്ടെന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിനെ നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാം, വളരെ പെട്ടെന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റാം. ഗേഷ്യസിൽ നിന്ന് വീണ്ടും വേണമെങ്കിൽ സോളിഡിലേക്ക് മാറ്റാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളരെ വേഗത്തിൽ ഇതിനെ എന്ത് ചെയ്യാം? നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. വാട്ടർ
വാട്ടറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഈ വാട്ടർ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ H2O അല്ലേ, 2 H ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. ഇതാണ് നമ്മളുടെ വെള്ളം. ഈ വെള്ളം എന്ന് പറയുന്നത് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നതാണ്. കണ്ടോ, ഈ ആംഗിളൊക്കെ ചോദിക്കും. ഈ ആംഗിള്, ഇവരുടെ ബോണ്ടിങ്, ആ ബോണ്ടിങ്ങിൻ്റെ ലെങ്ത്, ഇങ്ങനത്തെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നതാണ് വെള്ളം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഇതിനകത്തോട്ടൊരു വൈദ്യുതി കടത്തി വിട്ടാലോ, ഇതിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇനി ദ കെമിക്കൽ ഫോർമുല ഓഫ് വാട്ടർ ഈസ് H2O, വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് സിംഗിൾ മോളിക്യൂൾ ഓഫ് വാട്ടർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം. ഒരു വാട്ടർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നതാണ്. ദ ആറ്റംസ് ഇൻ എ വാട്ടർ മോളിക്യൂൾ ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ബൈ പോളാർ കോവാലന്റ് ബോണ്ട്. ഇപ്പൊ ഇവരുടെ ബോണ്ടിങ് എങ്ങനെയാണ്? പോളാർ കോവാലന്റ് ബോണ്ട്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ഒരു പോളാർ ബോണ്ടാണ്. എന്താണ് ഈ പോളാർ ബോണ്ടാണ് എന്ന് പറയുന്നത്? അപ്പോൾ ഇത് ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ, ഒരു ഇലക്ട്രോണേ ഉള്ളൂ, വാലൻസ് ഇലക്ട്രോൺ 1 ആണ്. ഇനി ഓക്സിജനോ 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിന് 2 എണ്ണത്തിനെയാണ് ആവശ്യം. ഇതിന് 2 ഇലക്ട്രോൺസിനെയാണ് ആവശ്യം ഇതൊരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. 16ാം ഗ്രൂപ്പുകാരനാണ് ഓക്സിജൻ. ഹൈഡ്രജന്റെ പ്ലേസ് പീരിയോഡിക് ടേബിളിൽ എവിടെ വെക്കണം എന്ന് ഇന്നും കൺഫ്യൂഷനാണ്. പിന്നെ പിടിച്ച് 1ാം ഗ്രൂപ്പിൽ വെച്ചിട്ടുണ്ട് അല്ലേ, ലോഹങ്ങളുടെ കൂട്ടത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വാലൻസ് ഇലക്ട്രോണിൽ 1 ഉണ്ട്. ഈ ഒരു ഇലക്ട്രോണും കൂടെ കിട്ടാമെങ്കിൽ ഈ ഹൈഡ്രജൻ സ്റ്റേബിൾ ആകും. ഓക്സിജന് 2 എണ്ണം കിട്ടിയാലേ സ്റ്റേബിൾ ആകും. അതൊക്കെ അറിയാലോ. ഞാൻ കൂടുതലൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ അങ്ങനെ കുഴപ്പിച്ചൊന്നും കൊണ്ടുപോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ അല്ലേ, 1 അല്ലേ ഉള്ളൂ. അപ്പോൾ ഒറ്റത്. ഓക്സിജനോ 16 അല്ലേ, 16 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 2, 8, പിന്നെ വാലൻസ് ഇലക്ട്രോൺ 6 അല്ലേ. അപ്പോൾ ഇതിന് ലാസ്റ്റ് ഈ ഒരു 2 ഇലക്ട്രോൺസും കൂടെ കിട്ടാമെങ്കിൽ ഇത് 8 ആയി, സ്റ്റേബിൾ ആകത്തില്ലേ? ആ 2 എണ്ണമാണ് ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ പ്ലസും ഒരാൾ മൈനസ്, അങ്ങനെ ഈ പ്ലസ് മൈനസ് കണക്ഷനാണ് നമ്മൾ ഈ പോളാർ എന്നൊക്കെ പറയുന്നത്. പോളാർ കോവാലന്റ് ബോണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് ഇരിക്കുകയാണ്. ഇനി ദ മോളിക്യൂൾ ഇൻ ഇറ്റ് സെൽഫ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ബട്ട് പോളാർ വിത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജസ് ലോക്കലൈസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. അപ്പോൾ ഇവിടെ പ്ലസ് ഉണ്ട്, ഇത് ഈ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് വെക്കുന്നു. പ്ലസും മൈനസും, പ്ലസ് എപ്പോഴും മൈനസുമായിട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്യും, അങ്ങനെ അട്രാക്ട് ചെയ്ത് ഇവിടെ നിർത്തിയിരിക്കുന്നു. ഇതിനെയാണ് പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. കോവാലന്റ് ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. വിട്ടുകൊടുക്കുവോ? ഇല്ല. ഹൈഡ്രജൻ ഈ ഒരു ഇലക്ട്രോൺ ഉള്ളതുകൊണ്ടാണ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. എങ്ങനെ വന്നാലും ഇവർ ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കാതെ അവിടെ പിടിച്ചു നിർത്തും. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടാണ് പോളാർ കോവാലന്റ് ബോണ്ട്. പ്ലസും മൈനസും തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഈ പോളാർ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണ്? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ നോക്കുന്നത് ഇതാണ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഇൻ ഫുഡ്. ഇവിടെ ഈ ഷെൽ ലൈഫ് എന്ന് പറഞ്ഞത് നമ്മളുടെ ഈ ഒരു ബാക്ടീരിയൽ ഗ്രോത്തില്ലേ. അപ്പോൾ ഈ ബാക്ടീരിയൽ, ഇതിനകത്ത് എന്തുമാത്രം ബാക്ടീരിയ ഉണ്ട്, ഈ ബാക്ടീരിയ എങ്ങനെയാണ് വളർന്നു നിൽക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അത് നമുക്ക് പല രീതിയിൽ ഈ ഒരു ഇപ്പോൾ ഒരു ബാക്ടീരിയ, ഒരു വെള്ളത്തിൽ നമുക്ക് ബാക്ടീരിയ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യും? അതിനെ ചൂടാക്കുമ്പോഴത്തേക്ക് ആ ബാക്ടീരിയകൾ നശിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം കുടിക്കുന്നത് അല്ലേ. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എബോവ് നമ്മൾ ചൂടാക്കി എന്ത് ചെയ്യും? ഈ ബാക്ടീരിയകളെയൊക്കെ കൊല്ലുന്നു. അതുകൊണ്ടാണ് നമ്മൾ പച്ചവെള്ളം അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷെൽ ലൈഫ് ഉണ്ട്. അപ്പോൾ ഈ ഷെൽ ലൈഫ് നമുക്ക് അൾട്ടർ ചെയ്യാൻ പറ്റും. പല മാർഗങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ ബാക്ടീരിയൽ ഗ്രോത്തിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കളയാൻ പറ്റും. അത് ഒന്നെങ്കിൽ നമ്മൾ തണുപ്പിച്ചാൽ മതി. പലതരത്തിലുള്ള ബാക്ടീരിയകളുണ്ട്. ചില ബാക്ടീരിയകൾ എന്ന് പറയുമ്പോൾ തണുപ്പ് ഏൽക്കുമ്പോൾ ചത്തുപോകും. ഭയങ്കരമായ തണുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് ചത്തുപോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ തണുപ്പിക്കുന്നു. അങ്ങനത്തെ ബാക്ടീരിയകളെ ഒന്നെങ്കിൽ ഫ്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുന്നു. ചില ബാക്ടീരിയകൾ തണുപ്പിൽ നല്ല കിടിലനായിട്ട് ജീവിക്കും.
പക്ഷെ ചൂട് എപ്പോഴേക്കുന്ന ഇത് ചത്തുപോകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെവി ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുഞ്ഞുങ്ങളുടെയൊക്കെ മരുന്നിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ പറയും ഒന്ന് ചൂടുമാക്കണം, തണുപ്പിക്കുകയും വേണമെന്ന് പറയും. എന്ന് വെച്ചാൽ രണ്ട് രീതിയിലെ ബാക്ടീരിയകളെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഐസിൽ വെച്ചിട്ട് തണുക്കുന്ന ബാക്ടീരിയയും കൊല്ലണം, ചൂടിൽ വെച്ചിട്ട് ചൂടുള്ള ബാക്ടീരിയയും കൊല്ലണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ പറയാണ്ട് പോയതാണ്, കാര്യം അത്രയും ഒന്നും ഡീപ്പായിട്ട് പെട്ടെന്ന് തന്നെ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. മനസ്സിലായി, ഒരാൾ ഡൗട്ട് ചോദിച്ചു, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണ്? അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് വാട്ടറിലേക്കാണ് പോകുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ജസ്റ്റ് ഇതിനകത്ത് ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ ഷെയർ ചെയ്ത് നിൽക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായി. ഇതൊരു പോളാർ കോവാലന്റ് ബോണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത്രയും പിടികിട്ടിയോ? ഇനി നമ്മൾ ക്വസ്റ്റ്യനിലൂടെ ഈ കോവാലന്റ് ബോണ്ട് ഡിഗ്രീസ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ക്ലിയർ ആണ്? ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഇൻ ഫുഡ്. മീറ്റ് 50%, എഗ്സ് 75%, വാട്ടർമെലൻ 92%, പിന്നെ കുക്കുംബറൊക്കെ 96%. ഇങ്ങനെ ഓരോന്നിനകത്തും വാട്ടർ എന്താണ് വളരെ കൂടുതലാണ് അല്ലേ? ഓരോ ഫുഡ് എടുക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ വാട്ടർമെലൻ എന്ന് പറയുമ്പോൾ കൂടുതൽ റിച്ച് എന്താണ്, വെള്ളം തന്നെയാണ്. അപ്പം അങ്ങനെ ഓരോന്നിനകത്ത് ഓരോ പെർസെൻറ്റേജ് കൊണ്ട് ജസ്റ്റ് കാണാനാണ്, നമ്മൾ പഠിക്കാനൊന്നും വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓരോ ഫുഡിനകത്ത് എന്തുണ്ട്, വെള്ളമുണ്ട് എന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ആണ്. ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് വാട്ടർ. Water is a vital body fluid that is essential for regulating the process of digestion. നമുക്ക് ഡൈജഷന് വെള്ളം വേണം, അതുപോലെ ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ടിന് വെള്ളം വേണം, പിന്നെ നമ്മളുടെ എക്സ്ക്രീഷൻ പ്രോസസ്സിന് എന്ത് വേണം, വെള്ളം വേണം. ഡൈജഷന് വേണം, ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസിന് വേണം, പിന്നെയോ എക്സ്ക്രീഷനും വെള്ളം വേണം. ഇനി നമുക്ക് പറയേണ്ടത് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നല്ലതായിട്ട് ചൂടാവുകയാണ് അല്ലേ, നമ്മൾ നല്ല വെയിലത്തൊക്കെ പോയി നല്ല ചൂടാകുമ്പോഴത്തേക്ക് സ്വെറ്റ് ചെയ്യും അല്ലേ, പിന്നീട് ഇവാപ്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വാട്ടർ ഇൻ ദ മീഡിയം ഫോർ ഓൾ മെറ്റബോളിക് റിയാക്ഷൻസ്, നമ്മളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിക് റിയാക്ഷൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ടർ ഓൾസോ പ്രൊവൈഡ് ഹാബിറ്ററ്റ് ഫോർ വേരിയസ് അനിമൽസ്. അപ്പോൾ വെള്ളം മനുഷ്യന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു. ഇതുപോലെ മറ്റ് ജീവജാലങ്ങൾക്ക് ഒരു ഹാബിറ്റാറ്റാണ്. അപ്പോൾ കുളത്തിൽ അല്ലെങ്കിൽ നദികളിൽ കടലിൽ ഒക്കെ വളരുന്ന ഒട്ടനവധി ജീവികളുണ്ട്. നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ജീവജാലങ്ങളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഫിഷും ആൽഗകളെ കുറിച്ചും കുറേ കോറൽ പോളിപ്സിനെ കുറിച്ചൊക്കെ അറിയാമായിരിക്കും. പക്ഷെ നമുക്കറിയാത്തതും ഇഷ്ടംപോലെ വിഭവങ്ങൾ, ഇങ്ങനത്തെ ആനിമൽസും കുറേ ഓർഗാനിസംസ് നമ്മുടെ വെള്ളത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താണ്, വെള്ളമാണ് ഹാബിറ്റാറ്റ്. ഇനി വാട്ടർ ഇസ് എസെൻഷ്യൽ ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. സസ്യങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ ഈ ഒരു വിത്ത് മുളയ്ക്കാൻ കാരണമാകുന്നത് എന്താണ്, നമ്മുടെ വെള്ളമാണ്. അതുപോലെ ഫോട്ടോസിന്തസിന് എന്ത് വേണം, ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളം, ലവണം അല്ലേ, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ ഫോട്ടോസിന്തസിന് വെള്ളം വേണം. ഫോട്ടോസിന്തസിസ് ആണല്ലോ നമുക്ക് എല്ലാവർക്കും, ഈ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും ഭക്ഷണം തരുന്നത് ആര് തന്നെയാണ്, ഫോട്ടോസിന്തസിസ് ആണ്. നമുക്കറിയാം നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ ഫസ്റ്റ് ആളുകൾ അല്ലേ, ഉൽപാദകർ, ഏക ഉൽപാദകർ, ഒരേ ഒരു ഉൽപാദകരേ ഉള്ളൂ, അത് നമ്മളുടെ സസ്യങ്ങളാണ്. വാട്ടർ ഈസ് ദ മീഡിയം ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് മിനറൽസ് ഫ്രം ദി സോയിൽ. അപ്പോൾ സോയിലിൽ നിന്ന് മിനറൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ആരാണ്, വാട്ടറാണ് ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത്. വാട്ടർ ഹെൽപ്സ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ദ പ്ലാന്റ് സ്ട്രക്ചർ. പ്ലാന്റിൻ്റെ സ്ട്രക്ചറിലും എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണ്. ഷെൽഫ് ലൈഫാണ്. ഓക്കെ, ഇനി വാട്ടർ ഓൾസോ ഇമ്പാക്ട്സ് ദ ഫണ്ടമെൻ്റൽ കമ്പണൻസ് ഓഫ് ഓൾ സെൽസ് ലൈക്ക് DNA, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, ഇതിൻ്റെയൊക്കെ ബോണ്ടിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ വാട്ടർ. ഇനി നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആണ് നോക്കുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ ഒരു യൂസേജ് ആണ് നമ്മൾ കണ്ടത്, ബയോളജിക്കൽ യൂസേജ് കണ്ടു, പിന്നെ നമ്മൾ സ്ട്രക്ചർ കണ്ടു, പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്, വാട്ടറുമായി ബന്ധപ്പെട്ട്
നമ്മൾ എന്താണ് വെള്ളം എന്നുള്ളൊരു അടിസ്ഥാന കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ബയോളജിക്കൽ ഫങ്ഷൻസും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. പ്യൂർ വാട്ടർ ഈസ് എ ട്രാൻസ്പെയറൻറ്റ്, കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്. അതുപോലെ തന്നെ എന്താണ്, എവിടെയും ഇത് നമുക്ക് എന്ത് ചെയ്യും, യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്, എല്ലാത്തിലും അലിഞ്ഞു ചേരുന്ന ഒരു സംഭവമാണ്. ഇതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. പിന്നെ നമ്മളുടെ ഫ്രീസിങ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. അപ്പോൾ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഹയർ ആണ്, ഫ്രീസിങ് പോയിന്റ് 0 ആണ്. ഇനി ബോയിലിംഗ് പോയിന്റ് ഒക്കെ നമ്മൾ പറയും. ഇപ്പോൾ ബോയിലിംഗ് പോയിന്റ്, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഇതൊക്കെ ഹയർ ആണ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ. വാട്ടർ ഹാസ് എ ഹൈ ഡൈപോൾ മൊമെന്റ്. ഇത് ഹൈഡ്രജൻ, ഈ ഓക്സിജനും 2 ഹൈഡ്രജനും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ എന്താണ്, വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിൽ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിന് എന്താണ്, ഹൈ ഡൈപോൾ മൊമെന്റ് ആണ്. ഇനി ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. വെള്ളത്തിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് റേഡിയേറ്ററിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ വാഹനങ്ങളുടെ റേഡിയേറ്ററിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ടാണ് നമ്മൾ റേഡിയേറ്റേഴ്സിലൊക്കെ വെള്ളം ഉപയോഗിക്കുന്നത്. ഇനി വാട്ടർ കണ്ടക്ടർ ആണോ, വൈദ്യുതിയെ കടത്തി വിടുവോ? പ്യോർ കണ്ടക്ടർ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ വൈദ്യുതിയെ മാത്രമല്ല, ഒരു ടെമ്പറേച്ചർ ഹീറ്റിനെ ആണെങ്കിലും പ്യോർ കണ്ടക്ടർ ആണ്. എന്നാൽ ഒരു ആസിഡോ അല്ലെങ്കിൽ ഇതിനകത്തൊരു ഇത്തിരി ആൽക്കലിയോ ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഇതെന്തായി മാറും, നല്ലൊരു കണ്ടക്ടറായിട്ട് മാറും. വാട്ടർ പ്യോർ കണ്ടക്ടറാണ്, വലിയ ഒരു കണ്ടക്ടറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പോറാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇതിനകത്ത് ഒരു ആസിഡിക് അല്ലെങ്കിൽ ഒരു ആൽക്കലി അങ്ങനെ ചേരുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യും, നല്ലൊരു കണ്ടക്ടറായിട്ട് മാറും. ഇനി നമ്മൾ ചില ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വാട്ടറുമായി ബന്ധപ്പെട്ട് പഠിച്ചു. എങ്കിൽ നമുക്ക് 1-2 ചോദ്യങ്ങളിലേക്ക് പോകാം. പറയാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: Which of the following makes water a liquid at room temperature? Non-covalent interactions, hydrogen bonds between water molecule, ഇനി വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, കോവാലന്റ് ബോണ്ടിങ്. എന്തായിരിക്കും ആൻസർ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇതൊരു ലിക്വിഡ്സിലായിട്ട് തന്നെ, നമ്മൾ നോക്കുമ്പോഴൊക്കെ റൂം ടെമ്പറേച്ചറിൽ എന്താണ്, ഇതൊരു ലിക്വിഡായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇതിന് കാരണം എന്താണ്? നമ്മുടെ ആൻസർ എന്താണ്? ഇതിൻ്റെ ഒരു ഹൈഡ്രജൻ ബോണ്ട് തന്നെയാണ് ഇതിൻ്റെ റീസൺ. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, നോർമൽ ടെമ്പറേച്ചറിൽ ഇതിൻ്റെ ഈ വാട്ടർ മോളിക്യൂൾസും ഇതിൻ്റെ ഈ ഒരു ഹൈഡ്രജൻ ഓക്സിജൻ ഈ ഒരു ബോണ്ടിങ് തന്നെയാണ് ഇതിങ്ങനെ നിലനിൽക്കാനുള്ള കാരണം. അടുത്ത ചോദ്യം: ദ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ ഈസ് ഡാഷ്. ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ ഈസ് ഡാഷ്. അപ്പം നമ്മൾ ഇത് പഠിച്ചു വെക്കേണ്ട ഒരു വാല്യൂ ആണ്. ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ ഈസ് ഡാഷ്. ആൻസർ എന്താണ്? 540 കിലോ ജൂൾ പെർ ഗ്രാം ആണ്. 540 കിലോ ജൂൾ പെർ ഗ്രാം ആണ്. 540 കിലോ ജൂൾ പെർ ഗ്രാം ആണ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ. അടുത്തത്, വാട്ടർ ഈസ് എ ഡാഷ്. എന്താണ്? പോളാർ സോൾവെന്റ്, നോൺ പോളാർ സോൾവെന്റ്, ആൻ അറ്റ്മോസ്ഫെറിക് സോൾവെന്റ്, നോൺ പോളാർ അൺചാർജ്ഡ് സോൾവെന്റ്. ഇപ്പോൾ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് വാട്ടർ ഈസ് എ ഡാഷ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു ഇതെന്താണ്, കോവാലന്റ് ബോണ്ടാണ്. എന്ത് കോവാലന്റ് ബോണ്ടാണ്? പോളാർ സോൾവെന്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ വാട്ടർ ഈസ് എ പോളാർ സോൾവെന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോണ്ടിങ് അല്ലേ, ഹൈഡ്രജൻ ഓക്സിജൻ ആ പോസിറ്റീവ് നെഗറ്റീവ് ബോണ്ടിങ്. അപ്പോൾ 2 ഹൈഡ്രജനെ ഒരു ഓക്സിജനുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് പോളാർ സോൾവെന്റ് ആണിത്. അടുത്തത്, പോളാർ മോളിക്യൂൾസ് ക്യാൻ റെഡ്ലി ഡിസോൾവ് ഇൻ വാട്ടർ. ദിസ് ഈസ് ബിക്കോസ്. എന്തുകൊണ്ടാണ് പോളാർ മോളിക്യൂൾസ് ഡിസോൾവ് ചെയ്യുന്നത് വാട്ടറിൽ? ഓപ്ഷൻസ്: പോളാർ മോളിക്യൂൾസ് ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട്സ് വിത്ത് വാട്ടർ. Polar molecules can replace water-water interaction with more energetically favorable water solute interactions.
Polar charged water can interact with the charge of polar molecules. All polar molecules are amphipathic in nature. Okay. അപ്പോൾ പോളാർ മോളിക്യൂൾസ് ക്യാൻ റെഡിലി ഡിസോൾവ് ഇൻ വാട്ടർ. കാര്യം എന്താണ്? പോളാർ മോളിക്യൂൾസ് ക്യാൻ റീപ്ലേസ് വാട്ടർ ഇൻട്രാക്ഷൻ വിത്ത് മോർ എനർജറ്റിക്കലി ഫേവറബിൾ വാട്ടർ സൊല്യൂട്ട് ഇൻട്രാക്ഷൻസ്. അപ്പോൾ വാട്ടറും സൊല്യൂട്ടുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിനേക്കാളും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇറ്റ് ക്യാൻ റീപ്ലേസ് വാട്ടർ ഇൻട്രാക്ഷൻസ്. ഇനി നമ്മൾ നോക്കുന്ന അടുത്തൊരു ചോദ്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ദി unusual properties of water is. Most important reason for the unusual properties of water is. ഒന്നാമത്തേത് the covalent bonding pattern in water molecule. The bond angle between the two hydrogen atoms in water. Hydrogen bonding between water molecules. Water can be immediately ionized at room temperature. Most important reason for the unusual properties of water is. എന്തായിരിക്കാം ഇതിൻ്റെ ഒരു റീസൺ? ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ ദി വാട്ടർ മോളിക്യൂൾസ് തന്നെയാണ്. ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ പറഞ്ഞ ആ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് കാരണമാണ് ഇത് പോളാറായിട്ട് കോവാലന്റ് ബോണ്ടാണ്. അതുകൊണ്ടാണ് ഇതൊരു ലിക്വിഡ് സ്റ്റേറ്റിൽ നിലകൊള്ളുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺയൂഷ്വൽ പ്രോപ്പർട്ടീസിന് കാരണം എന്ത് തന്നെയാണ്? ഇതിൻ്റെ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ക്ലിയർ ആകുന്നുണ്ടോ? ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ? ഓക്കെ. ഇനി താണ്ടേ ആംഗിൾ ആണ് ചോദിച്ചേക്കുന്നത്. ഈ HOH ബോണ്ട് ആംഗിൾ ഇൻ വാട്ടർ മോളിക്യൂൾ ഈസ്. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയാണ്? അപ്പോൾ ഈ ഒരു ഓയും ഈ ഒരു എച്ചും, അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ആംഗിള് പ്രോപ്പറായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 104.5 ഡിഗ്രി ആണ്. എത്രയാണ്? 104.5 ഡിഗ്രി ആണ് ഇതിൻ്റെ ആംഗിൾ വരുന്നത്. അപ്പോൾ ഈ എച്ചും ഓയും എച്ചും തമ്മിലുള്ള ഈ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ VSEPR. എന്താണ് VSEPR? വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കേന്ദ്ര ഇതിലേക്ക് അല്ലേ മാക്സിമം രീതിയിൽ ഹൈഡ്രജൻ ഇങ്ങനെ ഷെയർ ചെയ്ത് നിൽക്കുന്നു, ആ ഒരു കോവാലന്റ് ബോണ്ടിൽ നിൽക്കുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ആംഗിൾ നോക്കുമ്പോൾ ഒരു ആറ്റത്തിന് ചുറ്റുമുള്ള വാലൻസ് ഇലക്ട്രോണുകളുടെ ജോളുകൾ പരസ്പരം റിപ്പൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് VSEPR എന്ന് പറയുന്നത്, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ. അപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ആംഗിൾ മാക്സിമം റിപ്പൽഷനിൽ ഉണ്ടാകുന്ന ആംഗിളാണ് നോക്കുന്നത്. ഇത് 104.5 ഡിഗ്രിയാണ്. അപ്പോൾ എക്സാമിൻ്റെ ഒരു ചോദ്യമാണ് ദ HOH ബോണ്ട് ആംഗിൾ ഇൻ വാട്ടർ മോളിക്യൂൾ. അത് എത്രയാണ്? 104.5 ഡിഗ്രിയാണ്. ഇനി which of the following statement is true regarding the electronegativity of atoms in water molecule? Options: hydrogen is more electronegative than oxygen. Ini hydrogen is less electronegative than oxygen. Electronegativity of hydrogen and oxygen is same. Oxygen and hydrogen do not have significant electronegativity in water. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഓക്സിജൻ ആണ്. ഹൈഡ്രജൻ ഈസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഓക്സിജൻ. ഇതാണ് എന്താണ് നമ്മളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ മോളിക്യൂളിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കുമ്പോൾ ഹൈഡ്രജൻ ഈസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഓക്സിജൻ. അടുത്തത് നമ്മൾ പറഞ്ഞില്ലേ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഹീറ്റ് വേപ്പറൈസേഷൻസ് പഠിക്കാനുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മളുടെ വെള്ളത്തിൻ്റെത് ഹൈ ആണ് എന്ന് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കറൻറ്റ് മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഹീറ്റ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ? നമുക്ക് ആൻസർ നോക്കാം. എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽറ്റിംഗ് പോയിന്റ്.
100°C ആണ് ബോയിലിംഗ് പോയിന്റ്. ഇനി 2260 J/g ആണ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ. മെൽറ്റ് ആകുന്നു അല്ലെ, ഐസ് മെൽറ്റ് ആകുന്നു. ഇനി നമ്മളുടെ വെള്ളം ഐസ് ആകുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0°C ആണ്. 0°C ആണ്. ഇത് വേപ്പർ ആകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100°C ആണ്. അടുത്തത് നമുക്ക് പഠിക്കേണ്ടത്, അപ്പോൾ ഓരോന്നിൻ്റെയും വ്യത്യാസമാണ്. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഹീറ്റ് വേപ്പറൈസേഷൻ ഓരോന്നിൻ്റെയും വ്യത്യാസമാണ്. ഇപ്പോൾ ഇതാണ്ട് നമ്മൾ പറഞ്ഞ വാട്ടറിൻ്റെ ആണ് കൂടുതൽ, 0 അല്ലേ. ബാക്കിയുള്ളതിൻ്റെ എന്താണ്, നെഗറ്റീവാണ്. ഇപ്പോൾ മെഥനോള്, എഥനോള്, പ്രൊപ്പനോള്, ബ്യൂട്ടനോൾ ഇതിൻ്റെയൊക്കെ എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലല്ലേ. ഇനി ബോയിലിംഗ് പോയിന്റ് നോക്കിയേ, അപ്പോൾ മെഥനോൾ, എഥനോൾ ഇതിൻ്റെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ കൂടുതലാണ്. ഇവിടെ നോക്കുക ബ്യൂട്ടനോളിൻ്റെ കൂടുതലാണ്. എങ്കിലും നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും കൂടുതലാണ്. അതുപോലെ തന്നെ ഹീറ്റ് വേപ്പറൈസേഷനും ഇതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അപ്പോൾ മറ്റതിനെ നോക്കുമ്പോൾ വാട്ടറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഹീറ്റിംഗ് പോയിന്റ് ഒക്കെ എന്താണ്, കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലായി. അത് എക്സാമിന് സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ബോയിലിംഗ് പോയിന്റ് എന്താണ്, മെൽറ്റിംഗ് പോയിന്റ് എന്താണ്, ഹീറ്റ് വെപ്പറൈസേഷൻ എന്താണ്, ഇത് ഹൈ ആണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അടുത്തത്, ഹൈഡ്രജൻ ബോണ്ട് ഈസ് ബെസ്റ്റ് റെപ്രസെൻറ്റഡ് ആസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡാഷ്. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായി എന്താണ് സംഭവം എന്ന്. എ ഹൈഡ്രജൻ കോവാലൻ്റ്ലി ബോണ്ടഡ് ടു ആൻ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആൻഡ് അനദർ ഹൈഡ്രജൻ ആറ്റം. ഇനി എ ഹൈഡ്രജൻ covalently bonded to an electronegative atom and another electronegative atom ആണ് അല്ലേ. ഹൈഡ്രജൻ എന്ന് പറയുമ്പം കോവാലൻ്റ്ലി ബൗണ്ട് ചെയ്ത് എങ്ങനെയാണ്, ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ടു അനദർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആണ്. ഇനി നമുക്ക് വേണ്ടത് ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ബോണ്ട്സ് ഇൻ വാട്ടർ മോളിക്യൂൾ ആണ്. അപ്പോൾ ഈ HOH ഈ ഒരു ബോണ്ടിൻ്റെ എനർജിയാണ് അറിയേണ്ടത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഈ ഒരു എനർജി എന്ന് പറയുന്നത് എത്രയാണ്, 23 kJ/mol ആണ്. ഈ OH കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് 23 kJ/mol ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ ഹൈഡ്രജൻ ബോണ്ട്സ് ഇൻ വാട്ടർ. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് വീണ്ടും ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് എത്ര ശതമാനമാണ്, 10% ഹൈഡ്രജൻ ബോണ്ട് ഈസ് കോവാലന്റ്, 90% ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. അപ്പോൾ നമ്മൾ ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഒരു സ്ട്രക്ചർ കണ്ടു. അതിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴത്തേക്ക് 23 kJ/mol ആണ്. ഇനി ഇതിനകത്തെ ബോണ്ട് നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പോളാർ കോവാലന്റ് ബോണ്ടാണെന്നേ പറഞ്ഞോളൂ. എന്നാൽ ഇത് 10% ഹൈഡ്രജൻ ബോണ്ട് കോവാലന്റ് ആണ്, 90% ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിച്ചു. ഇനി സിംഗിൾ വാട്ടർ മോളിക്യൂൾ ക്യാൻ ഫോം ഹൗ മെനി ഹൈഡ്രജൻ ബോണ്ട്സ് അറ്റ് എ ടൈം. അറ്റ് എ ടൈം ഒരു സിംഗിൾ വാട്ടർ മോളിക്യൂൾസിന് എത്ര ഹൈഡ്രജൻ ബോണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്, അതാണ്ട് എത്ര എണ്ണം പറ്റും, 1 2 3 4 എത്ര എണ്ണം പറ്റും, 4 എണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിംഗിൾ വാട്ടർ മോളിക്യൂളിന് 4 ഹൈഡ്രജൻ ബോണ്ട്സ് ആണ് ഫോർ ഡിഫറെൻറ്റ് വാട്ടർ മോളിക്യൂൾസ് ഇൻ ലിക്വിഡിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തത് ലൈഫ് സ്പാൻ ആണ്. ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ 2 വാട്ടർ മോളിക്യൂൾ. ഇപ്പോൾ ഈ ലിക്വിഡിലെ ഹൈഡ്രജൻ വാട്ടർ മോളിക്യൂളിൻ്റെ ഒരു ലൈഫ് സ്പാൻ എത്രയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്, 1 to 20 പൈക്കോസെക്കൻഡ് ആണ്. 1 to 20 വളരെ ഷോർട്ടാണ്, വാട്ടർ ഇസ് വെരി ഷോർട്ടാണ് ലൈഫ് സ്പാൻ. അപ്പോൾ 1 to 20 പൈക്കോസെക്കൻഡ്സ് ആണ്. ഇനി ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്ത് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ 2 വാട്ടർ മോളിക്യൂൾ ഇൻ ലിക്വിഡ് വാട്ടർ. ബോണ്ട് ലെങ്ത് എത്രയാണ്, ബോണ്ട് ലെങ്ത് 0.177 നാനോമീറ്റർ ആണ്. 0.177 നാനോമീറ്റർ ആണ് ഇതിൻ്റെ ബോണ്ട് ലെങ്ത് വരുന്നത്. അപ്പോൾ വാട്ടറുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള നിരവധി ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു ഹൈഡ്രജൻ ബോണ്ടുമായി ബന്ധപ്പെട്ട് എത്ര കോവാലന്റ്, എത്ര ഇലക്ട്രോസ്റ്റാറ്റിക്, അതുപോലെ തന്നെ എത്രയാണ് ഇതിൻ്റെ ബോണ്ട് ലെങ്ത്,
പിന്നെ നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് നമ്മളുടെ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ നിലകൊള്ളുന്നത്. ഇങ്ങനത്തെ നിരവധി ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പിന്നെ എത്രയാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ വരുന്നത്, ആംഗിൾ 104.5 ഡിഗ്രി അല്ലേ. അപ്പോൾ സിംഗിൾ വാട്ടർ മോളിക്യൂളിന് എത്ര ഹൈഡ്രജൻ ബോൺഡ്സ്, ഹൗ മെനി ഹൈഡ്രജൻ ബോൺഡ്സ് അറ്റ് എ ടൈം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ കണ്ടതാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി, ഹൈഡ്രജൻ ബോൺഡ്സ് ഇൻ വാട്ടർ മോളിക്യൂൾ. പിന്നെ പഠിച്ചത് ഹൈഡ്രജൻ ബോണ്ട് ഈസ് ബെസ്റ്റ് റെപ്രസെൻറ്റഡ് ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ hydrogen covalently bounded to an electronegative atom to another electronegative atom ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 4 എണ്ണവുമായിട്ടൊക്കെ പെയർ ചെയ്യുന്നത്. പിന്നെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അതുപോലെ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ നമ്മൾ വാട്ടറിൻ്റെ കണ്ടു. സ്പെസിഫിക് കപ്പാസിറ്റി ഇതിനാണ് 4200 കിലോ ജൂൾ പെർ ഗ്രാം ആണ്. ഇനി നമ്മൾ ഹൈഡ്രജൻ ഈസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഓക്സിജൻ എന്ന് പഠിച്ചു. ആംഗിൾ കണ്ടല്ലോ 104.5 ഡിഗ്രിയാണ്. അൺയൂഷ്വൽ പ്രോപ്പർട്ടിക്ക് കാരണം ഈ ഒരു ബോണ്ടിങ് തന്നെയാണ്, പോളാർ കോവാലന്റ് ബോണ്ടാണ്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ വാട്ടറുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? വാട്ടർ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ്. ഇനി നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? കാർബോഹൈഡ്രേറ്റ്സ്. ദ ടീം കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ ഇതൊരു എനർജി സോഴ്സ് ആണ് അല്ലേ. ഇതൊരു മാക്രോ എനർജി സോഴ്സ് ആണെന്ന് തന്നെ പറയാം. മാക്രോ യൂണിറ്റ് ആണ്. എന്താണ് മാക്രോ യൂണിറ്റ്? ഇതാണ്ട് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. മാക്രോ എന്ന് വെച്ചാൽ വലുത് അല്ലേ, മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ ചെറിയ സാധനങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ മാക്രോ മീൻസ് ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒത്തിരി വേണ്ട സാധനങ്ങളാണ്. വളരെ അധികം എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സംഭവങ്ങളാണ് എന്ത് ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിന് വളരെ മിനിമലായിട്ട് വേണ്ട സാധനങ്ങളുണ്ട്, അതാണ് മൈക്രോ യൂണിറ്റ്സ്. അതിന് എക്സാമ്പിളാണ് വൈറ്റമിൻസ് ഒക്കെ, ലിപ്പിഡ്, വൈറ്റമിൻസ്, അതിന് എക്സാമ്പിളായിട്ട് വരും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്താണ്? ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. ദ ടേം കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ടേം നമുക്കൊരു ഫ്രഞ്ചിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. ഇത് ഹൈഡ്രേറ്റ് ദി കാർബൺ. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഹൈഡ്രേറ്റ് ഓഫ് കാർബൺ എന്നാണ്. കാർബൺ, ഹൈഡ്രേറ്റ് ഓഫ് കാർബൺ എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. കാർബോഹൈഡ്രേറ്റ്സ്, അതായത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഒരു മിക്സ്ചർ ആണ്? കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഈസ് എ ബയോമോളിക്യൂൾ വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് എനർജി ഫോർ മോസ്റ്റ് ഓർഗാനിസംസ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു എനർജി തരികയാണ് അല്ലേ. ഒരുവിധപ്പെട്ട എല്ലാ ഓർഗാനിസത്തിനും ഏറ്റവും കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് തന്നെയാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഇതിന് നമുക്ക് സാക്രൈഡ്സ് എന്ന് പറയാം. ഈ കാർബോഹൈഡ്രേറ്റ്സിന് നമുക്ക് മറ്റൊരു രീതിയിൽ എന്ത് പറയാം? സാക്രൈഡ്സ് എന്ന് പറയാം. ഇനി ഇത് കൂടുതലായി കാണുന്ന ഏത് തരത്തിലുള്ള ഫുഡിലാണ്? ബ്രെഡ്, വൈറ്റ് ബ്രെഡ്, ഷുഗർ, പഞ്ചസാര അല്ലെ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഒരുവിധം സാധാരണക്കാരുടെ അടുത്ത് എന്താ കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ അവർ പറയും ചോറാണ്, അല്ലെങ്കിൽ പഞ്ചസാരയാണ് എന്നൊക്കെ പറയും. അതെ, ഷുഗറിൽ, അതുപോലെ ക്യാൻഡീസിൽ, ഫ്രൂട്ട്സിൽ, വെജിറ്റബിൾസിൽ, പൾസസിൽ, ഹോൾ മീൽ പാസ്ത, ഗ്രെയിൻസ്, മിൽക്ക്, ഡയറി പ്രോഡക്ട്സിലൊക്കെ കാണപ്പെടുന്നതാണ് എന്ത്? നമ്മുടെ ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സ്. ഇപ്പോൾ ഒരുപാട് ഫുഡിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അതിൽ തന്നെ കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് പ്രസൻറ്റ് മോസ്റ്റ്ലി ആസ് സ്റ്റാർച്ച് ഫോമിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി വീറ്റ്, പൊട്ടറ്റോയും റൈസ്, ചോറ് അല്ലേ. കൂടുതൽ ആളുകളും ചോറ്, അതുപോലെ കിഴങ്ങിനെയൊക്കെയാണ് എന്താണ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാത്രം കരുതുന്നത്. അപ്പോൾ പൊട്ടറ്റോ, റൈസ്, വീറ്റ് ഇതൊക്കെ എന്താണ് വളരെ റിച്ച് കാർബോഹൈഡ്രേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡാണ്. ഗുഡ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇനി എക്സാമിൻ്റെ ഒരു ചോദ്യമാണ് ജനറൽ ഫോർമുല ഓഫ് ദി കാർബോഹൈഡ്രേറ്റ്സ്. എന്താണ് ജനറൽ ഫോർമുല? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ H2O അല്ലേ, H2O, CN, പിന്നെ H2O എത്ര തവണയുണ്ട്? N ടൈംസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജനറൽ ഫോർമുല വരുന്നത്. എക്സാമിൻ്റെ ഒരു സ്ഥിരം ചോദ്യമാണ് എന്ത്? ജനറൽ ഫോർമുല.
ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CN വരുന്നുണ്ട്, H2O വരുന്നുണ്ട്. എക്സാമിന്റെ സ്ഥിരമാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് എന്താണ്? ഇത് ഒരു മാക്രോ ന്യൂട്രിയൻസ് ആണ്. നമുക്ക് വളരെയധികം ആവശ്യമുള്ള, നമ്മുടെ ശരീരത്തിന് വളരെയധികം വേണ്ട ഒരു ന്യൂട്രിയൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ടേമിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഹൈഡ്രേറ്റ് ഓഫ് കാർബൺ എന്നൊരു മീനിങ് ആണ് വരുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഈ 3 കണ്ടന്റിന്റെ മിക്സ് ആണ്. കാർബോഹൈഡ്രേറ്റ് നമുക്ക് വേറെ രീതിയിൽ എന്ത് വിളിക്കാം? സാക്രൈഡ്സ് എന്ന് വിളിക്കാം. കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? സാക്രൈഡ്സ് എന്നും കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് വിളിക്കാൻ പറ്റും. ഇനിയോ ഇത് ഏതൊക്കെ ഫുഡിലുണ്ട്? നമ്മുടെ വൈറ്റ് ബ്രെഡിലുണ്ട്, അതുപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മളുടെ വീറ്റ്, റൈസ്, പൊട്ടാറ്റോ, പൾസസിൽ ഒക്കെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ധാരാളമായിട്ട് ഉണ്ട്. ഇനി നമ്മൾ പറയുന്നത് they are called carbohydrates as they comprise കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഇതിന് കാർബോഹൈഡ്രേറ്റ് എന്നൊരു പേര് തന്നെ. ഹൈഡ്രജൻ അല്ലെ, ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ വെള്ളം, H2O, കാർബോ അല്ലെ, കാർബോഹൈഡ്രേറ്റ്. ഇനി കാർബോഹൈഡ്രേറ്റ്സ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇൻക്ലൂഡ് ഷുഗർ, ഫൈബർ, സ്റ്റാർച്ചസ്. സ്റ്റാർച്ചിന്റെ ഫോമിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ഷുഗറിൽ, ഫൈബറിലൊക്കെ ഇത് ധാരാളമായിട്ട് ഉള്ള ഒരു സംഭവമാണ്. ഇനി നമ്മളുടെ ബേസിക് ഫുഡ് ഗ്രൂപ്പ്സ് വിച്ച് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എ ഹെൽത്തി ലൈഫ്. അപ്പോൾ നമുക്കൊരു എനർജി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്കൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് നിൽക്കണമെങ്കിൽ, നമ്മുടെ ആക്ഷൻസ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് വേണം. ഇനി ഫുഡ് കണ്ടെയ്നിങ് കാർബോഹൈഡ്രേറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്. നമ്മുടെ ഈ ഫുഡിൽ കാർബോഹൈഡ്രേറ്റ്സിലുള്ള ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. എന്തായിട്ട്? ഗ്ലൂക്കോസിൻ്റെ ഫോമിൽ കൺവേർട്ട് ചെയ്യുന്നു. C6H12O6 എന്ന ഗ്ലൂക്കോസ് ഫോമിലേക്ക് നമ്മുടെ ഈ ഫുഡിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഡൈജഷൻ്റെ സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് നമ്മുടെ ശരീരത്തിലൊരു ഇതുണ്ട് അല്ലേ, ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ബ്ലഡിൽ അത് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ എപ്പോഴാണോ ആവശ്യം വരുന്നത് അതിനെ തിരിച്ച് ഗ്ലൈക്കോജനാക്കി ശേഖരിക്കും. ഗ്ലൈക്കോജനെ എടുത്ത് ഗ്ലൂക്കോസ് ആക്കി വീണ്ടും കൊടുക്കും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, അപ്പോൾ എക്സ്ട്രാ മസിൽസിലും ഒക്കെ എന്ത് ചെയ്യുന്നു? ശേഖരിച്ചു വെക്കുന്നു. എന്നിട്ട് എപ്പോഴാണോ റിക്വയർമെൻറ്റ് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യും? ഈ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ചില എക്സാമ്പിൾസ് ആണ് നമ്മൾ കാണുന്നത്. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് ഉണ്ട്, ഗാലക്ടോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്. പിന്നെ അപ്പോൾ ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ് ഒരു ചെറുതായിട്ട് എക്സാമ്പിൾ ഇതാണ്ട് ക്ലാസിഫിക്കേഷൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ബേസിക് ഐഡിയ എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്ന് ഒരാൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് കാർബോഹൈഡ്രേറ്റ് നമ്മൾ സ്വയം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ചാൽ ഒരു എനർജി സോഴ്സ് ആണ്, റിച്ച് കണ്ടന്റ് ഓഫ് എനർജി സോഴ്സ് ആണ്. അപ്പോൾ ഇത് ഒരുപാട് ഫുഡിലുണ്ട്. ഇപ്പോൾ റൈസിലുണ്ട്, വീറ്റിലുണ്ട്, വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഉണ്ട്. അതുപോലെ തന്നെ എന്തിലുണ്ട്? വൈറ്റ് ബ്രെഡിലുണ്ട്. അങ്ങനെ കുറേ ഫോമിലുണ്ട്. ഇത് എന്താണ്? ഒരു സാക്രൈഡ് ആണ് എന്ന് നമുക്ക് പറയാം. സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ് എന്ന് പറയാം. ഗ്ലൂക്കോസ് ആണ് എന്ന് പറയാം. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഈ ഒരു കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഗ്ലൂക്കോസിനെ ശരീരത്തിൽ എന്ത് ചെയ്യും? യൂസ് ചെയ്യുകയാണ്, നമ്മളുടെ ബോഡി പാർട്സിൽ യൂസ് ചെയ്യുകയാണ്. ഇനി ഗ്ലൂക്കോസ് ഒത്തിരി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ ഗ്ലൈക്കോജൻ ആക്കി നമ്മുടെ മസിൽസിലൊക്കെ വെക്കും, കളക്ട് ചെയ്ത് വെക്കും. എപ്പോഴാണോ ആവശ്യം വരുന്നത് ഗ്ലൈക്കോജൻ എടുത്ത് ഗ്ലൂക്കോസ് ആക്കി നമ്മുടെ ശരീരം ഉപയോഗിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓടിക്കിതച്ചു, നമുക്ക് വെള്ളമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ശേഖരിച്ച് വെച്ച ഗ്ലൂക്കോസാണ് പിന്നീട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഫുഡാണ്, ഒത്തിരി വേണ്ട, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യമുള്ളൊരു സംഭവമാണ് കാർബോഹൈഡ്രേറ്റ്. അതുകൊണ്ടാണ് ഇതിനെ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഈ 3 കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പിടികിട്ടി. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താണ്? CnH2O എന്നാണ്. ഇനി നമ്മളുടെ ഏതൊക്കെ ഫുഡിലുണ്ട്, ഇതൊരു ഫ്രഞ്ച് ടേമാണ്, ഇതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻസ് ആണ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ റെഡിയാണോ? ക്ലാസിഫിക്കേഷൻ കാണാൻ റെഡിയാണോ? ഓക്കെ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളുമുണ്ട്, കോംപ്ലക്സുമുണ്ട്. സിമ്പിളുമുണ്ട്, കോംപ്ലക്സുമുണ്ട്. ഓക്കെയാണ്. നമ്മൾ പറയുന്നത് ഇതെല്ലാം ഒരു സാക്രൈഡ് ആണ്. കാർബോഹൈഡ്രേറ്റിന് നമുക്കൊരു സാക്രൈഡ് എന്ന് പറയാമല്ലോ. അപ്പോൾ സിമ്പിളിനെ മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, ഒളിഗോസാക്രൈഡ് എന്ന് വിളിക്കാം. സിമ്പിളിനെ എങ്ങനെ വിളിക്കാം? മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്,
ഒളിഗോസാക്രൈഡ് എന്ന് വിളിക്കാം. കോംപ്ലക്സിനെ എങ്ങനെ വിളിക്കാം? പോളിസാക്രൈഡ്സ് എന്ന് വിളിക്കാം. കോംപ്ലക്സിനെ എന്ത് വിളിക്കാം? പോളിസാക്രൈഡ്സ് എന്നും വിളിക്കാം. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ സിമ്പിളും ഉണ്ട് ആൻഡ് കോംപ്ലക്സും ഉണ്ട്. സിമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, ഒളിഗോസാക്രൈഡ്സ്. കോംപ്ലക്സ് എന്ന് പറയുമ്പോഴോ പോളിസാക്രൈഡ്. ഓക്കെയാണ്, സാക്രൈഡ്സ് എന്ന് വിളിക്കാമല്ലോ. ഇനി മോണോസാക്രൈഡ്സിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറയുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. മോണോസാക്രൈഡ്സിന്റെ എക്സാമ്പിൾ ആണ് എന്തൊക്കെ? ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, ഗാലക്ടോസ് ഉണ്ട്. ഇനി ഡൈസാക്രൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മോണോസാക്രൈഡ് എന്ന് വെച്ചാൽ ഒറ്റ സാക്രൈഡ് അല്ലെ, ഡൈസാക്രൈഡ് എന്ന് വെച്ചാലോ 2 സാക്രൈഡ്സ് ചേരുന്നു. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ്, ലാക്ടജൻ അല്ലെ, പാലിലുള്ള ലാക്ടോസ്, സൂക്രോസ്. ഇതാണ് നമ്മളുടെ ഡൈസാക്രൈഡ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും പഞ്ചസാര പഞ്ചസാര എന്ന് വിളിക്കത്തില്ലേ? ആ സാധനം എന്താണ്? അത് സൂക്രോസ് ആണ്. നമ്മൾ ഈ വിളിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് സൂക്രോസ് ആണ്. ഇതൊരു ഡൈസാക്രൈഡ് ആണ്. ഈ സൂക്രോസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്കറിയാം കരിമ്പിൽ നിന്നാണ് കിട്ടുന്നത് അല്ലെ, കരിമ്പ് അല്ലെങ്കിൽ ബീട്രൂട്ട്. അപ്പൊ കരിമ്പിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും മധുരമുള്ള ഒരു ഡൈസാക്രൈഡ് ആണ് എന്ത്? സൂക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കരിമ്പിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മളൊക്കെ കഴിക്കുന്ന ഈ പഞ്ചസാര എന്ന് പറയുന്നത് ഒരു ഡൈസാക്രൈഡ് ആണ്. സൂക്രോസ് ആണ് ഏറ്റവും മധുരമുള്ള ഒരു കണ്ടന്റ് ആണ്. ഇത് കരിമ്പിൽ നിന്ന് വേർതിരിച്ച് എടുക്കുന്നതാണ്. ഓക്കെ ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ മാൾട്ടോസിനെയൊക്കെക്കാളും 3 ഇരട്ടി മധുരമുള്ളതാണ്. ലാക്ടോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 6 ഇരട്ടി മധുരമുള്ളതാണ് ഈ സൂക്രോസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടത് നമുക്ക് എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് പല രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സൂക്രോസിൽ നിന്ന്, അന്നജത്തിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സൂക്രോസിൽ നിന്നും അതുപോലെ തന്നെ അന്നജത്തിൽ നിന്നൊക്കെ നമുക്ക് ഗ്ലൂക്കോസ് ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് ഒന്ന് നോക്കുന്നു. കാർബോഹൈഡ്രേറ്റ്, സിമ്പിൾ, കോംപ്ലക്സ്. സിമ്പിൾ 3 മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ് ആൻഡ് ഒളിഗോസാക്രൈഡ്. മോണോസാക്രൈഡ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. ഡൈസാക്രൈഡ്സിന്റെ എക്സാമ്പിൾസിലേക്ക് പോകുമ്പോൾ മാൾട്ടോസ്, ലാക്ടോസ് ആൻഡ് സൂക്രോസ്. സൂക്രോസ് ആണ് നമ്മൾ വിളിക്കുന്ന പഞ്ചസാര. അത് വളരെ മധുരമുള്ള ഒരു സാധനമാണ്, ഡൈസാക്രൈഡ് ആണ്. മാൾട്ടോസിനേക്കാളും ലാക്ടോസിനേക്കാളും 6 ഇരട്ടി മധുരമുള്ളതാണ്. ഇനി പോളിസാക്രൈഡ്സിലേക്ക് വരുമ്പം സ്റ്റാർച്ച്, ഫൈബേഴ്സ്, ഗ്ലൈക്കോജൻ ഇതൊക്കെ പോളിസാക്രൈഡ് ആണ്. അപ്പോൾ the carbohydrates are further classified into simple and complex. Simple carbohydrates are monosaccharide, disaccharide and oligosaccharides. Simple carbohydrates in 1 or 2 sugar molecules ഉണ്ട് അല്ലേ? Simple carbohydrates digested, converted quickly. അപ്പോൾ എന്താണ് ഇനി നമ്മൾ പറയുന്നത് ഇത് ഏതിനകത്തൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? മിൽക്ക് പ്രോഡക്ട്സിൽ, ബിയറിൽ, ഫ്രൂട്ട്സിൽ, റിഫൈൻഡ് ഷുഗേഴ്സിൽ, ക്യാൻഡീസിലൊക്കെ ഇത് കാണപ്പെടുന്നു. അപ്പോൾ empty calories. അപ്പോൾ these carbohydrates are called empty calories as they do not possess fiber, vitamins and minerals. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തു, സിമ്പിൾ എന്നും കോംപ്ലക്സ്. സിമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ് ആൻഡ് ഒളിഗോസാക്രൈഡ്. കോംപ്ലക്സ് എന്ന് പറഞ്ഞപ്പോൾ പോളിസാക്രൈഡ്. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോന്നും പഠിക്കാനുണ്ട്. എന്താണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ സ്ട്രക്ചർ, പിന്നെ എന്താണ് മോണോസാക്രൈഡ്, എന്താണ് ഡൈസാക്രൈഡ്, അതിന്റെ എക്സാമ്പിൾസ്, പിന്നെ പോളിസാക്രൈഡ്, പിന്നെ കണ്ടോ സ്റ്റാർച്ച് എന്ത്, സെല്ലോസ് എന്ത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, പിന്നെ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആരും കണ്ടൊന്നും പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചു പോകും. അപ്പോൾ നമ്മൾ എന്താണ് ഫുഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടി. ഫുഡ് കെമിസ്ട്രി എന്താണ്, ഫുഡ് കെമിസ്ട്രി, ബയോ കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഡെയിലി ലൈഫിൽ നമ്മൾ പഠിച്ചു. പിന്നെ ഇതിൻ്റെ ഒരു എന്തൊക്കെയാണ് ഫുഡ് എന്ന് പറയുമ്പോൾ മിക്സ്ചർ ഓഫ് വാട്ടർ, പ്രോട്ടീൻ, ലിപ്പിഡ്, കാർബോഹൈഡ്രേറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളാണെന്ന് മനസ്സിലായി. ഇനി കമ്പണൻസ് ഓഫ് ദ ഫുഡ് വി ഈറ്റ്, അതിൽ നമ്മൾ വാട്ടറിനെ കുറിച്ച് പഠിച്ചു. വാട്ടർ എന്താണ്, നമ്മളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി, അതിൻ്റെ ബയോളജിക്കൽ ഫങ്ഷൻസ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. ക്ലിയർ ആണ്?
ഇനി സ്ട്രക്ചർ ഓഫ് വാട്ടർ നിങ്ങൾ കണ്ടു, പോളാർ കോവാലന്റ് ബോണ്ട് ആണെന്നൊക്കെ പറഞ്ഞു. ആ ബോണ്ടിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലാക്കി. പിന്നെ നമ്മളിത് യൂണിവേഴ്സൽ സോൾവെന്റ്, എൻതാൽപ്പി, അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ്, ഫ്രീസിങ് പോയിന്റ്, അങ്ങനെയൊക്കെ പോയിന്റുകൾ, ആ വാല്യൂസ് ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഇത് നമ്മുടെ മനുഷ്യന് നിലനിൽക്കാൻ പറ്റുന്നത് പോലെ സീഡ്സ് അല്ലെ, ജെർമെന്റേഷൻ, ആ ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ ഇത്തിരി വെള്ളം വേണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളുടെ പല ഹാബിറ്റാറ്റാണ്, പല ജീവജാലങ്ങളുടെ വെള്ളം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത തന്നെ ജീവജാലങ്ങളുണ്ട്, അവരുടെ വാസസ്ഥലം തന്നെ വെള്ളമാണ്. പിന്നെ സോയിലില് ഇങ്ങനെ ലവണങ്ങളൊക്കെ മുകളിലോട്ട് പോകുന്നത് വെള്ളത്തിലൂടെയാണ് അല്ലെ, ട്രാൻസ്പോർട്ട് ഓഫ് മിനറൽ ഫ്രം ദി സോയിൽ. അപ്പൊ അങ്ങനെ ഒരുപാട് യൂസ്, DNA-യുടെ, RNA-യുടെ, പ്രോട്ടീൻസിന്റെ, ന്യൂക്ലിക് ആസിഡ്സിനൊക്കെ വെള്ളം വേണം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടു, കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്, ട്രാൻസ്പെറന്റ് ആണ്. നമുക്ക് വെള്ളത്തിലോട്ട് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും, അവിടെ നിന്ന് ഇപ്പുറവും നമുക്ക് കാണാമല്ലോ, ട്രാൻസ്പെറന്റ് ആണ്, ഉള്ളിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ നമുക്ക് കാണാം. ഇനി ഡൈപോൾ ആണ്, സ്പെസിഫിക് കപ്പാസിറ്റി കൂടുതലാണ്, കണ്ടക്ടർ ആണ്, പക്ഷേ ആസിഡിക് ഓർ ആൽക്കലി എന്തെങ്കിലും ഒരു അംശമുണ്ടെങ്കിൽ ഇത് ഇലക്ട്രിക്കലി കണ്ടക്ടർ ആകും. ഇത് pH വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് ഈ സാധനം. പിന്നെ ഓരോ ചോദ്യങ്ങളായിട്ട് നമ്മൾ പഠിച്ചു. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എംഫേവറിൻ്റെ ടെലിഗ്രാം ചാനലിലൂടെ അവൈലബിൾ ആണ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരു സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഈ ജനറൽ ഫോമുല എക്സാമിന് ചോദിക്കും, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ PDF നോട്ട്സ് അവൈലബിൾ ആണ്, എംഫേവറിൻ്റെ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും പിടികിട്ടിയോ? ദയവായിട്ട് നിങ്ങളുടെ കമൻറ്റ് ഒന്ന് അറിയിക്കാമോ? നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? എങ്ങനെയുണ്ട്? പിടികിട്ടുന്നുണ്ടോ? നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ പലരും പല കാറ്റഗറിയാണ്. കുറേ പേർക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട്, കുറച്ച് പേര് തുടക്കക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു കുറച്ച് ദിവസം കൊണ്ടായിരിക്കും ഇതിനകത്തോട്ടൊന്ന് സെറ്റ് ആകുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങൾക്ക് വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് 2024 ഈ ഒരു തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ മികച്ചൊരു എക്സാമാണ്. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റും. നമ്പർ ഓഫ് പേഴ്സൺസ് ഇത് അല്ലേ, ഒരുപാട് ഇപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റ് അല്ല ഇത്. ഇപ്പോൾ LDCയോ LGSോ ഒക്കെ പോലെ, അല്ലെങ്കിൽ ജനറൽ ഒരു PSC പോലെ അല്ല. ഇത് പഠിച്ച ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള